ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് കൽബയിലുള്ള അൽ ഹാഫിയ പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴി തന്നെയാണ് ഹാങ്ങിങ് ഗാർഡൻ, അതുകൊണ്ട് തന്നെ അതൊന്ന് കാണാൻ പറ്റി. നമ്മളങ്ങനെ പാർക്കിൽ എത്തിയതിന് ശേഷം ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് തന്നെ ബോട്ടിങ് തന്നെയാണ്. നമ്മൾ ആക്ച്വലി 130 ദിറംസിൻ്റെ ഉള്ള ഒരു 5 to 6 ആളുകൾക്ക് ഒരുമിച്ച് കയറാൻ പറ്റുന്ന ഒരു ബോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. നമ്മളുടെ ടേൺ ആവാനായിട്ട് കുറച്ച് സമയം ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഈ പാർക്കിൻ്റെ ഒന്ന് ജസ്റ്റ് ചുറ്റി കാണിച്ചു തരാം. ഗായ്സ്, നമ്മളങ്ങനെ ബോട്ടിൽ കയറാൻ പോവാണ്. എല്ലാരും കൂടെ നോക്കൂ. ജാക്കറ്റ് ഒക്കെ ഇട്ട് നമ്മളങ്ങനെ ബോട്ടിങ്ങിന് പോവുകയാണ്. ഈ ബോട്ടിന് ഒരു മിനിമം സ്പീഡ് അവർ സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റത്തില്ല. അത് മാത്രമല്ല, വലിയൊരു സ്പീഡും ഇല്ല, നമുക്ക് ആസ്വദിച്ച് ബോട്ട് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുമല്ല, നമുക്കിപ്പോൾ ഈവൻ ഡ്രൈവിംഗ് അറിയാത്തവർക്ക് ഒന്നും ട്രൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെല്ലാവരും മാറി മാറി ബോട്ട് റൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയ അന്നത് മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയായിരുന്നു. വലിയ വെയിലുണ്ടായിരുന്നില്ല, വലിയ ചൂടും അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു ഇളങ്കാറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓവറോൾ ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ലേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 4 അടിയോളം ആഴമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മലയോരങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവും പിന്നെ താഴ്ന്ന പ്രദേശത്ത് നിന്ന് എത്തിക്കുന്ന വെള്ളമൊക്കെയാണ് ഇവിടത്തെ കാര്യങ്ങൾക്കായിട്ട് ഈ ലേക്കിലേക്കൊക്കെ ഉപയോഗിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹാഫിയ ടണലിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ പാർക്ക് ലേക്കൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം മേ ബി ഇതിന് അൽ ഹാഫിയ പാർക്ക് എന്ന പേര് വന്നത് എന്ന്. ഇവിടെ മൊത്തത്തിലൊരു ഫാമിലി പാക്കേജാണ്. കാരണം നമുക്ക് വലിയ ആൾക്കാർക്ക് നടക്കാനും പിന്നെ അതുപോലെ ബോട്ട് റൈഡിങ്ങിനും കുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് പ്ലേ ഏരിയയും ഒക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാനൊക്കെ മോസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പെട്ടെന്ന് ഒരു വീക്കെൻഡ് ചില്ലിങ്ങിനൊക്കെ ഫാമിലി ആയിട്ട് വരാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല പ്ലേസ് ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് വന്ന് നോക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.